നമസ്കാരം. സംസ്ഥാന ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തെ അമ്മത്തൊട്ടിലേക്ക് പുതിയ അതിഥി എത്തി. തിങ്കളാഴ്ച രാത്രി 12:30-ക്കാണ് 4 ദിവസം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുഞ്ഞ് അതിഥിയായി എത്തിയത്. കുഞ്ഞിന് ജൂൺ എന്ന പേരിട്ടതായി തന്നെ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺഗോപി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 2.7 കിലോഗ്രാം ഭാരമുള്ള കുഞ്ഞിനെ തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിന്റെ സംരക്ഷണത്തിലേക്ക് മാറ്റി. പല സാഹചര്യങ്ങളായി സംരക്ഷിക്കാൻ കഴിയാത്ത രക്ഷിതാക്കൾ നഷ്ടപ്പെടുന്ന കുരുന്നുകളെ കൈനീട്ടി സ്വീകരിച്ച് മാതൃത്വത്തിന്റെ സ്നേഹവാത്സല്യങ്ങളോടെ സംരക്ഷിക്കുന്ന സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ ഈ വർഷം 7 കുട്ടികളെയും ആലപ്പുഴയിൽ 3 കുട്ടികളെയും ഉൾപ്പെടെ 10 കുഞ്ഞുങ്ങളെയാണ് പരിചരണയ്ക്കായി ലഭിച്ചത്. അമ്മത്തൊട്ടിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ സ്ഥാപിച്ച ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളെ ലഭിക്കുന്നത് തിരുവനന്തപുരത്താണ്. സർക്കാരിന്റെയും വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെയും സമിതിയുടെയും തീവ്രമായ ബോധവത്കരണത്തിലൂടെ അമ്മത്തൊട്ടിലിനെ ശിശു സംരക്ഷണ കേന്ദ്രമാക്കിയത് കൊണ്ടാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിർഭാഗ്യവും അപമാനവും എന്ന നിലയിൽ നിന്ന് കുരുന്ന് ജീവനുകൾ നശിപ്പിക്കപ്പെടുന്ന പ്രവണത മാറി സുരക്ഷിതമായി അമ്മത്തൊട്ടിലിന്റെ സംരക്ഷണാർത്ഥം എത്തിക്കുന്നതെന്ന് GL അരുൺഗോപി പറഞ്ഞു. ഇവിടെ എത്തിപ്പെടുന്ന ബാല്യങ്ങൾക്ക് മതിയായ പരിചരണം നൽകി സുതാര്യമായ ദത്തെടുക്കൽ നടപടിക്രമങ്ങളിലൂടെ ദത്ത് നൽകാൻ സമിതിക്ക് കഴിഞ്ഞു. കഴിഞ്ഞ 26 മാസത്തിനിടയിൽ സമിതി ഇപ്രകാരം 163 കുട്ടികളെയാണ് നിയമപരമായ മാർഗങ്ങളിലൂടെ ദത്ത് നൽകിയത്. ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതിനാൽ തന്നെ കുഞ്ഞിന്റെ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 മാസത്തിനകം സംസ്ഥാന ശിശുക്ഷേമ സമിതി ഓഫീസുമായി തന്നെ ബന്ധപ്പെടണമെന്ന് ജനറൽ സെക്രട്ടറി അറിയിച്ചു. കുറച്ചധികം നാളുകളായി തന്നെ അമ്മത്തൊട്ടിലിൽ പ്രവർത്തനരഹിതമായിരുന്നു. ഇപ്പോഴാണ് അത് വീണ്ടും തുടങ്ങുന്നത്. ആലപ്പുഴയിലെ വുമൺ ആൻഡ് ചൈൽഡ് ആശുപത്രി സ്ഥാപിച്ച അമ്മത്തൊട്ടിൽ ഒരു പുതിയ അതിഥി കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം തന്നെ കുറേയധികം നാളുകളായി അമ്മത്തൊട്ടിൽ വാർത്ത പുറത്തു വന്നിട്ടെങ്കിലും ഇതിനു മുൻപ് പുറത്തു വന്നത് ആലപ്പുഴയിലെ ഈ വാർത്ത തന്നെയായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 1:30 3 കിലോയും 115 ഗ്രാം തൂക്കവുമുള്ള ഒരു ആൺകുഞ്ഞിനെ അമ്മത്തൊട്ടിലേക്ക് ലഭിച്ചത്. ഇന്ന് ലഭിച്ചത് ഒരു പെൺകുഞ്ഞിനെയായിരുന്നു. ആലപ്പുഴ അമ്മത്തൊട്ടിലിൽ ലഭിക്കുന്ന ആദ്യ ആൺകുഞ്ഞും ആ വർഷം തന്നെ ജില്ലയിലെ അമ്മത്തൊട്ടിലൂടെ ലഭിക്കുന്ന 3ാമത്തെ ശിശുവുമായിരുന്നു അദ്ദേഹം. കുഞ്ഞ് ഇപ്പോൾ ആലപ്പുഴ വനിതാ ബാല ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ആരോഗ്യ പരിശോധനയുടെ ഭാഗമായി കുഞ്ഞിനെ അന്ന് സമ്പൂർണ്ണ മെഡിക്കൽ പരിശോധന നടത്തിയിരുന്നു. ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ലെന്നും ആശുപത്രി അധികൃതർ പിന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയുടെ ശിശുപരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റും എന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അമ്മത്തൊട്ടിൽ പദ്ധതി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നടപ്പാക്കിയതിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത് തിരുവനന്തപുരമാണെന്ന് തന്നെ പറയാം. സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമുള്ള ഈ പദ്ധതി രക്ഷിതാക്കളില്ലാത്ത ശിശുക്കൾക്ക് പുതിയ ജീവിതം നൽകുന്നുണ്ട്. കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാനത്ത് 2002 നവംബർ 14 തുടങ്ങിവെച്ച ഒരു പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. സമൂഹത്തിന്റെ അംഗീകാരമില്ലാത്ത ബന്ധങ്ങളിലൂടെ ജനിച്ചതിനാലോ മറ്റു കാരണങ്ങളാലോ കുപ്പത്തൊട്ടികൾ തന്നെ പോലുള്ള സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്നതിന് പകരം അത്തരം നവജാത ശിശുക്കളെ കൊണ്ടുവയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേക സ്ഥാപിച്ച ഒരു തൊട്ടിലാണ് ഈ പദ്ധതി പ്രധാന ഘടകം. അമ്മത്തൊട്ടിലിൽ യാതൊരു വിവരങ്ങളും നൽകേണ്ട ഉത്തരവാദിത്തമില്ലാത്തതെന്ന് തന്നെയാണ്. സ്വന്തം വ്യക്തിത്വം പുറത്താവാതെ മാതാവിനോ മറ്റുള്ളവർക്കോ ഈ തൊട്ടിലിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ സാധിക്കും. ഇപ്രകാരം കണ്ടെടുക്കുന്ന കുഞ്ഞുങ്ങളെ ക്ഷേമ സമിതി ഏറ്റെടുത്ത് അനാഥാലയങ്ങളിൽ വളർത്തുകയോ ദത്ത് നൽകുകയോ ചെയ്യും.